ജൂബിലി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോയി തോമസ് നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത ആ രാത്രി, കലൂർ ഡെന്നിസിന്റെ തിരക്കഥയും ഇളയരാജയുടെ സംഗീതവും പൂവച്ചൽ ഖാദറിന്റെ കവിതകളും ഈ ചിത്രത്തിന്റെ പ്രത്യേകതകളാണ്. ക്യാമറ എന്നെ താര. മോളെ, മിനിമോളെ, എഴുന്നേക്ക് മോളെ. എത്രയാ പഠിക്കാനുള്ളത്? എന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ട്. കുട്ടി പരീക്ഷ എടുത്തിരിക്കുക. അയ്യോ മമ്മി, രാത്രി കിടന്നപ്പോ ഞാൻ അടുക്കായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ അറിയില്ലേ മമ്മി? പെണ്ണിന്റെ ഓരോ ചോദ്യങ്ങൾ. രവി എന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഇന്ദു ഒരു കാലത്ത് അനാഥാലയത്തിൽ വളർന്നവളായിരുന്നു. അയാളുടെ ഏകമകൾ മിനിമോൾ. ഒരു ദിവസം അനാഥാലയത്തിൽ പോയി മടങ്ങി വരവെ തീവണ്ടിയിൽ വെച്ച് രാധ എന്ന പെൺകുട്ടിയെ അവർ പരിചയപ്പെട്ടു. തന്നെ പിച്ചി ചീന്താൻ വരുന്ന സ്വന്തം അച്ഛൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടി വരികയായിരുന്നു അവൾ. അവർ രാധയെ തങ്ങളുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം. ആരും ആശ്രയത്തിനല്ലേ, പിന്നെ എന്ത് ചെയ്യും? നീ ആ കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. വരൂ. നീങ്ങിട്ട് എങ്ങോട്ടാണ്? തിരുവനന്തപുരത്ത്. ഞങ്ങളും അതെ. എന്താ പേര്? രാധ. റിസർവേഷൻ ഉണ്ടല്ലേ? ഇല്ല. അയ്യോ, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെന്റാണല്ലോ. എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല. സാരമില്ല, നമുക്ക് 3 പേർക്കുണ്ടല്ലോ. ലോവർ ബർത്തിൽ ആ കുട്ടി കിടന്നോട്ടെ, ഞാൻ മുകളിൽ കിടക്കാം. ടി.ടി.ആർ വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. വേണു എന്നൊരു കാമുകൻ അവൾക്കുണ്ടായിരുന്നു. രവി അയാളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ രവി രാധയ്ക്ക് ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുത്തു. അവൾ അങ്ങോട്ട് താമസം മാറ്റി. ഇടയ്ക്കവർ രാധയെ സന്ദർശിച്ചു. എന്നെങ്കിലും തന്റെ വേണുവേട്ടനെ കണ്ടുമുട്ടാനാവുമെന്ന് രാധ ആഗ്രഹിച്ചിരുന്നു. പിന്നെ വേഗം ഇങ്ങോട്ടാ. കണ്ണുകാലാൻ വയ്യാത്തവൻ ഞാൻ വല്ലതും തരണേ. രണ്ട് നാരങ്ങളും തന്നെ. ഇവൻ എവിടെ നിന്ന് വന്നടാ? നെഞ്ചത്ത് കയറ്റിപ്പെടാ. ആഹാ, തനിക്കപ്പോ കണ്ണു കാണാല്ലേ? അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരിക്കും. രണ്ടാം കണ്ണൂരില്ല. സാറേ 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 മനുഷ്യ തെണ്ടാനായിരിക്കില്ല. തെണ്ടികൾ. മിനിമോൾ രാധയോടൊപ്പം കളിയും ചിരിയുമായി കഴിഞ്ഞു. അവളെ രാധയോടൊപ്പം വിട്ട ഒരു രാത്രി ഇന്ദുവിനെയും കൂട്ടി രവി ഒരു സിനിമയ്ക്ക് പോയി. തിയേറ്ററിൽ വെച്ച് 1-2 പേർ ഇന്ദുവിനെ ഉപദ്രവിച്ചു. അത് ഒരു അടിപിടിയായി മാറി. അക്കൂട്ടത്തിലെ പ്രധാനി വേണുവായിരുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. കൂട്ടുകാരുമൊത്ത് വേണു രവിയെയും ഇന്ദുവിനെയും ക്രൂരമായി ആക്രമിച്ചു.
അത് വൻ സംഘടനമായി മാറി. ചേട്ടാ, ഇവന്മാര് കുറെ നേരം ഉപദ്രവിക്കുന്നു. പെണ്ണുങ്ങളെ തീരുമാനം സമ്മതിക്കില്ലല്ലേ? രവിയെ അടിച്ചിട്ട ശേഷം അവർ ഇന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുവാൻ മടിച്ചെങ്കിലും രവി അത് ചെയ്തു. പിറ്റേന്ന് വീട്ടിൽ വന്ന രവിയുടെ അടുത്തേക്ക് രാധ മിനിമോളുമായി വന്നു. ഇന്ദു ആശുപത്രിയിലുണ്ടെന്നറിഞ്ഞ് രവി അങ്ങോട്ട് പാഞ്ഞെത്തി. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന ശേഷം രവിക്കും ഇന്ദുവിനുമിടയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു. മറ്റാരൊക്കെയോ ചേർന്ന് പിച്ചിച്ചീന്തിയ ഇന്ദുവിനെ രവിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ദുവിൽ സങ്കടം ഇരട്ടിച്ചു. അവളുടെ മനോനില തന്നെ തകരാറിലായി കഴിഞ്ഞുവെന്ന് രവി മനസ്സിലാക്കി. ആ സംഭവത്തിൽ വേണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ കാര്യം? ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നിരവധിയാണ്. 317 ഇവരെ പിടിച്ചാത്താക്കെ. ഹലോ, രവി ഹിയർ. ഒരാൾ അറസ്റ്റ് ചെയ്തു. കാർ നമ്പർ MMF 3532. പോലീസ് പിടിച്ചു. മിസ്റ്റർ രവി, നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ശരിയാ, പക്ഷേ ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ. കഴിയുന്നതും കേസും ബഹളമൊന്നുമില്ലാതെ ഒതുക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലേ നല്ലത്. രവിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച അക്രമികളെ വെറുതെ വിടുകയെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം. ഇനി മേലാൽ ഈ തെറ്റാരും ആവർത്തിക്കാൻ പാടില്ല. അതിനുവേണ്ടി കൂടിയാണ്. സാറിന് ഇഷ്ടം പോലെയാകാം. പക്ഷെ സാർ ഒന്നും ഓർക്കണം, കുറെ അക്രമികളാൽ അവമാനിതയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവാണ് സാർ ഞാൻ. കേസ് തുടരാൻ രവിക്ക് താൽപ്പര്യമില്ലായിരുന്നു. തന്റെ ഇന്ദുവിനെ അന്വേഷണങ്ങളുടെ പേരിൽ വീണ്ടും പീഡിപ്പിക്കുവാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. ഇന്ദുവിനെ പീഡിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ രവി ആഗ്രഹിച്ചു. കള്ളൻ അബ്ദു കോടതിയിൽ നടന്ന കാര്യങ്ങൾക്ക് സാക്ഷി പറയാമെന്ന് രവിയോട് സമ്മതിച്ചു. നമുക്ക് കോടതി കാണാം. ഒന്ന് നിൽക്കണേ. റഹ്മാമല്ലേ? അതെ, എന്നെ അറിയാവോ?
മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയകുളങ്ങര സ്കൂളിൽ. കുറുപ്പശ്ശേരി നാരായണന്റെ മകൻ. നാരായണന്റെ മകൻ ഗോപിയോ? അതെ. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. സാർ ഇവിടെ? ഞാനിവിടെ ഈ ഓഫീസ് വരെ പോയതാ. വരും സാർ, എന്റെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ഉമ്മയുണ്ട്. നിന്റെ അമ്മ മരിച്ചു പോയില്ല? പിന്നെ ഈ ഉമ്മ? ഞാനിപ്പോ പഴയ ഗോപിയല്ല, അബ്ദുവാണ്. എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷ് മാത്രമേ ഉള്ളൂ. നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനെല്ലാം പറയാം. കോടതി മുറിയിൽ തന്റെ പ്രിയപ്പെട്ട വേണുവേട്ടനെ കണ്ട രാധ നടുങ്ങി. പക്ഷേ അപ്രതീക്ഷിതമായി പ്രതികളുടെ ഭാഗം ചേർന്നു കള്ളൻ അബ്ദു. ഇന്ദു ഒരു അഭിസാരികയാണെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു. ഇന്ദു മാനസികമായി തകർന്നുപോയി. കള്ളസാക്ഷി പറഞ്ഞ അബ്ദുവിനെ രവി കോടതി വളപ്പിൽ വെച്ച് അടിച്ചു. അല്ലാഹു സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ നിങ്ങളുടെ പേര്? അബ്ദു. ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? അറിയും. ഈ നിൽക്കുന്ന 3 പേരെയും നിങ്ങൾ അറിയുമോ? അറിയും. സംഭവം നടന്ന ദിവസം ഇവർ 3 പേരെയും ഈ സ്ത്രീയെയും നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ഏത് സംഭവം? ഈ സ്ത്രീ അവരുടെ ഭർത്താവും ഒന്നിച്ച് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ പ്രതികൾ 3 പേരും കൂടി അവരുടെ ഭർത്താവിനെ തല്ലി താഴെയിട്ടിട്ട് ഈ സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ കണ്ടിട്ടില്ല. സംഭവ ദിവസം നിങ്ങൾ ഈ സ്ത്രീയുടെ ഭർത്താവ് വരുവിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇതേക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്തതല്ലേ? രാധ അബ്ദുവിനെ വെറുത്തു. അപ്രതീക്ഷിതമായി വേണുവിന്റെ സുഹൃത്തുക്കൾ രാധയെ കടന്നുപിടിച്ചു. വേണു അവരെ അടിച്ചൊതുക്കി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് രാധയോട് വേണു പറഞ്ഞു. അക്രമികളിൽ നിന്ന് രക്ഷിച്ച് ഇന്ദുവിനെ ആശുപത്രിയിലാക്കിയത് വേണുവായിരുന്നുവെന്ന് രാധ അറിഞ്ഞു. ഒരു ദിവസം അനാഥാലയത്തിൽ സ്വന്തം അനുജത്തിയെ തേടി അബ്ദു എത്തി. താൻ കള്ളസാക്ഷി പറഞ്ഞ് അഭിസാരികയായി ചിത്രീകരിച്ചത് അനുജത്തിയെ ആയിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരിക. ഇവിടെ ഇന്ദു എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഇന്ദു? അനാഥക്കുട്ടിയാ. 10 വയസ്സുള്ളപ്പോ ഇവിടെ വന്ന. നിങ്ങൾ അവളുടെ ആരാ? സഹോദരൻ. ഇത് ഞങ്ങളുടെ കുടുംബ ഫോട്ടോയാ. ആ ഇടത്ത് വശത്തിരിക്കുന്ന ഇന്ദു. ഓ, ഈ ഇന്ദു. ഇന്ദുവിന്റെ വിവാഹം കഴിഞ്ഞല്ലോ. അവരിപ്പോ തിരുവനന്തപുരത്തോ താമസം. ഭർത്താവ് ബാങ്കിലൊരു ഉദ്യോഗസ്ഥനാണ്. ഇതാണ് അവരുടെ വിവാഹ ഫോട്ടോ. പുറകിൽ അഡ്രസ് ഉണ്ട്. എന്ത് പറ്റി? ഇന്ദുവിനെ തേടിയെത്തിയ അബ്ദു അവൾ മരിച്ച കാര്യം അറിഞ്ഞു. എല്ലാം അയാൾ രവിയോട് തുറന്നു പറഞ്ഞു. ഇന്ദുവിനെ നശിപ്പിച്ചവരോട് അബ്ദുവും രവിയും ഒന്നിച്ച് ഏറ്റുമുട്ടി. എല്ലാ അക്രമികളും കൊല്ലപ്പെട്ടു. മിനിമോളുടെ കണ്ണുനീർ തുടയ്ക്കാൻ രാധ അപ്പോൾ അവിടെയുണ്ടായിരുന്നു. രവി അവളെ രാധയ്ക്ക് കൈമാറി. പിന്നെ അയാൾ പോലീസിനു കീഴടങ്ങി. നാടകീയ മുഹൂർത്തങ്ങളാൽ സമ്പന്നമായ മമ്മൂട്ടി ചിത്രം അതിൻ്റെ ശോകാന്ത പര്യവസാനം.